ഒരു കാര്യം ഉറപ്പാണ്, ഒരു റെജീം ചേഞ്ച് എന്ന ഒരു നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് അമേരിക്ക. അതുകൊണ്ട് 47 വർഷമായി 4 പതിറ്റാണ്ടിലധികമായി തുടരുന്ന ഇറാന്റെ രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ മാറ്റമുണ്ടാകണം. ഒരു അമേരിക്ക അനുകൂല ഭരണകൂടം വേണമെങ്കിൽ, ഒരു പാവ ഭരണകൂടം എന്ന് വേണമെങ്കിലും പറയാം. അതുകൊണ്ട് ജൈവികമായി ഇറാനുള്ളിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു പ്രതിഷേധം അത് സ്വാഭാവികമായി അമേരിക്കൻ ഉപരോധം കൊണ്ടുണ്ടാകുന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം അമേരിക്കയുടെ കടുത്ത ഉപരോധമാണ്. വെനിസ്വലയ്ക്കെതിരെ എണ്ണ ഉപരോധം പ്രഖ്യാപിച്ചതുപോലെ ഏറെക്കാലമായി ആണവ വിഷയത്തിൽ ഇറാനെതിരെ കടുത്ത ഉപരോധമാണ് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇറാന്റെ എണ്ണ ബാഹ്യ ലോകത്ത് ചൈനയിലേക്ക് വിൽക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇറാൻ എണ്ണ കയറ്റുമതി ചെയ്യാൻ കഴിയുന്നില്ല. ഇന്ത്യ പോലും ഇറാനിൽ നിന്നും വൻതോതിൽ എണ്ണ വാങ്ങിയിരുന്നു അടുത്ത കാലം വരെ. ഇപ്പോൾ അമേരിക്ക മാറി ചിന്തിക്കുന്നത് കൊണ്ട് ഇന്ത്യ ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരുന്ന കാഴ്ചയും കണ്ടു. അങ്ങനെ വലിയൊരു റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടാകുന്നു, വലിയ ക്രൈസിസ് ഉണ്ടാകുന്നു, വലിയ രീതിയിലുള്ള നാണ്യപ്പെരുപ്പം ഉണ്ടാകുന്നു. ഇറാനിയൻ റിയാലിന്റെ മൂല്യം എക്കാലത്തെയും താഴ്ന്ന നിലയിലാണ്. പ്രത്യേകിച്ച് ഡോളറിനെതിരെ ഏതാണ്ട് 14 ലക്ഷം ഇറാനിയൻ റിയാലാണ് $1 അമേരിക്കൻ എന്ന് പറയുന്നത്. നാണ്യപ്പെരുപ്പം വളരെയധികമാണ്. ഏതാണ്ട് ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് തന്നെ കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് 48%. യഥാർത്ഥത്തിൽ അതിനേക്കാളും വളരെ കൂടുതലാണ് ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവശ്യ സാധനങ്ങളുടെ ദൗർലഭ്യമുണ്ട്. തൊഴിൽ രഹിതരുടെ എണ്ണം ക്രമാതീതമായി പെരുകിയിരിക്കുന്നു. സ്വാഭാവികമായി ജനം തെരുവിലിറങ്ങും. ഇറാന്റെ 31 പ്രവിശ്യകളിൽ ഏതാണ്ട് 27 പ്രവിശ്യകളിലും അതിശക്തമായ ഗവൺമെന്റ് വിരുദ്ധ പ്രക്ഷോഭങ്ങളുണ്ട്. ഇത് ജൈവികമായി ഉണ്ടായി വന്നതാണ് എന്ന് തോന്നാമെങ്കിലും ഇതിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടതിൽ അമേരിക്കയ്ക്കും വലിയ പങ്കുണ്ട്. അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും അവർ ഏർപ്പെടുത്തിയ ഉപരോധത്തിനും വലിയ പങ്കുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അനുകൂലമായ ഒരു ഗ്ലോബൽ സാഹചര്യം എന്ന് അമേരിക്ക വിലയിരുത്തുന്നു. ഒരു ടെസ്റ്റ് ഡോസ് ആണ് വെനിസ്വലയിൽ സംഭവിച്ചത്. വെനിസ്വലയിൽ അമേരിക്കൻ സൈന്യം പറന്നിറങ്ങി പ്രസിഡന്റ് മഡുറോയെ ഭാര്യയും തട്ടിക്കൊണ്ടുപോയി അവിടെ തടവിലാക്കി വിചാരണ ചെയ്യുന്ന ഒരു തിരക്കിലാണ്. കാര്യമായ ഒരു റെസിസ്റ്റൻസും ചെറിയ രീതിയിലുള്ള വാചക കസരത്ത് നടന്നു എന്നല്ലാതെ, പ്രതിഷേധങ്ങൾ പലയിടന്ന് നടന്നു എന്നല്ലാതെ കാര്യമായ ഗ്ലോബൽ റെസിസ്റ്റൻസ് ഉണ്ടായില്ല എന്നതാണ് ട്രംപിന് ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇപ്പോൾ ഇതാ ഗ്രീൻലൻഡിലേക്കും മറ്റിടങ്ങളിലേക്കുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായി അനുകൂലമായ അന്തരീക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ദുർബലപ്പെടുത്താനുള്ള പരമാവധി ശ്രമമാണ്. ഇറാനെ ദുർബലപ്പെടുത്തുക എന്നതല്ല, അമേരിക്കൻ സൈന്യം അവിടെ ഇരച്ചു കയറി ഒരു ഭരണമാറ്റം കൊണ്ടുവരുമെന്ന് ചിന്തിക്കാനുള്ള സമയമായിട്ടില്ല. ഒരുപക്ഷെ ഏറിയൽ ബോംബാർഡ്മെന്റ് ഉണ്ടായേക്കാം, എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് അതിനുശേഷം ഏറിയൽ ബോംബാർഡ്മെന്റ് ഉണ്ടായി ഇറാന്റെ ആണവ നിലയങ്ങളിൽ. അമേരിക്കയുടെ ഒരു കണക്കുകൂട്ടൽ പോകുന്നത് ഇങ്ങനെയാണ്: ഇറാന്റെ കേപ്പബിലിറ്റീസ്, നേവൽ കേപ്പബിലിറ്റീസ് മുൻപ് തന്നെ പുറകോട്ട് പോയിരുന്നു ഉപരോധം കാരണം. അതേസമയം മിസൈൽ കേപ്പബിലിറ്റിയിൽ കാര്യമായ ഒരു ഡെന്റിങ് ഉണ്ടായി. ഇസ്രായേലുമായുള്ള ഒരു അറ്റാക്കിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് അമേരിക്കയുടെ കണക്കുകൂട്ടലുണ്ട്. അത് മാത്രമല്ല, ആണവ പദ്ധതി ഏതാനും വർഷം പിന്നോട്ടടിച്ചു എന്നതാണ്. 3 ആണവ നിലയങ്ങളിലെങ്കിലും ശക്തമായ അമേരിക്കൻ ആക്രമണം ഉണ്ടായതുകൊണ്ട് ആണവ കേപ്പബിലിറ്റിയിൽ ഒരുപക്ഷെ ഇറാൻ എത്തി നിന്ന ഒരു ത്രഷ് ഹോൾഡ് സ്റ്റേറ്റസ് ഒരുപക്ഷെ 2-3 വർഷത്തേക്കും കൂടി മാറ്റിവെക്കേണ്ടി വരും. അതുകൊണ്ട് ഉടനടി ഒരു ആണവ ആയുധ ഉപയോഗം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്നൊരു ചിന്ത. ഒരു ആണവ ശക്തിയായി ഇറാൻ മാറുകയാണെങ്കിൽ ആണവ ആയുധങ്ങൾ തന്നെ ഒരു ഡിറ്ററന്റായി മാറും. ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പ് 100 വട്ടം അമേരിക്കയ്ക്ക് ആലോചിക്കേണ്ടി വരും. അതുപോലെ നോർത്ത് കൊറിയയെ അമേരിക്ക എന്തുകൊണ്ട് ആക്രമിക്കുന്നില്ല ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അവരുടെ ആണവ ശക്തിയാണ്. അതുകൊണ്ട് അവരുടെ പ്രഹരശേഷിയെക്കുറിച്ചോ മിസൈൽസിന്റെ കൃത്യതയെക്കുറിച്ചോ നമുക്ക് കറക്റ്റ് പറയാനാവില്ല, പക്ഷേ ആണവശേഷി തന്നെയാണ്. ആ ഒരു ഡിറ്ററൻസ് എന്ന ഒരു ത്രഷോൾഡ് എത്തി നിൽക്കുന്നതിന് മുൻപ് തന്നെ ഇടപെടണം. ഒന്നുകിൽ ഭരണമാറ്റം സംഭവിക്കണം, അല്ല എങ്കിൽ പരമാവധി ഇറാനെ ദുർബലപ്പെടുത്താനുള്ള നീക്കമുണ്ടാകണം. അവിടെയാണ് അമേരിക്കയുടെ കുശാലിന്റെ ബുദ്ധി അവിടെ പ്രവർത്തിച്ച് കാണുന്നത്. അങ്ങനെ അമേരിക്ക ഒരുക്കിയ ഒരു വലിയ നറേറ്റീവ് ഉണ്ട്. ഇപ്പോൾ ഇതാ വലിയ ബിൽഡപ്പ് നടക്കുകയാണ്. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ, ഇറാന് ചുറ്റുമുള്ള സേനാ താവളങ്ങളിലെ ഒരു മൂവ്മെന്റ് ഒരു അടിസ്ഥാനമാണെങ്കിൽ വലിയ രീതിയിലുള്ള വ്യോമ സംവിധാനങ്ങൾ അവിടെ ഒരുക്കുന്നു.